അപ്പോൾ ലഹരിക്കെതിരായ പോരാട്ടത്തിന് ബജറ്റിൽ പ്രഖ്യാപനവുമായി കോഴിക്കോട് കൊച്ചി കോർപ്പറേഷനുകൾ. കൊച്ചി കോർപ്പറേഷൻ 50 ലക്ഷം രൂപ വകയിരുത്തിയപ്പോൾ കുട്ടികളുടെ ലഹരി ഉപയോഗം കുറയ്ക്കാനുള്ള പദ്ധതികളാണ് കോഴിക്കോട് കോർപ്പറേഷൻ പ്രഖ്യാപിച്ചത്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കോർപ്പറേഷനുകളും അണിചേരുകയാണ്. കൊച്ചി കോർപ്പറേഷൻ 50 ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. 74 ഡിവിഷനുകളിലും ജാഗ്രതാ സമിതികളും ഒബ്സർവേഷൻ സെന്ററുകളും രൂപീകരിക്കും. മയക്കുമരുന്ന് വിപത്തിനെതിരെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ ഒരു വലിയ പ്രതിരോധം നാം തീർക്കേണ്ടതുണ്ട്. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിനായി ഈ സാമ്പത്തിക വർഷം 50 ലക്ഷം രൂപ ചെലവഴിക്കും. കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനുള്ള പദ്ധതികൾക്കാണ് കോഴിക്കോട് കോർപ്പറേഷൻ പ്രാധാന്യം നൽകുന്നത്. ഇതിനായി കുട്ടികൾ കളിക്കട്ടെ എന്ന പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. കളിസ്ഥലങ്ങൾ നവീകരിക്കുകയും ഉപയോഗയുക്തമാക്കുകയും ചെയ്യും. സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് എല്ലാ സ്ഥലങ്ങളും ക്ലബ്ബുകളുടെ സഹായത്തിൽ രാത്രി വരെ കളിക്കാൻ സൗകര്യമൊരുക്കും. വാർഡുകൾ കേന്ദ്രീകരിച്ച് കമ്മിറ്റി രൂപീകരിച്ച് എൻഫോഴ്സ്മെന്റ് ശക്തമാക്കും. റീഹാബിലിറ്റേഷനായി ദീപ്തം പദ്ധതി നടപ്പിലാക്കും. ബീച്ച് ആശുപത്രിയിലായിരിക്കും ദീപ്തം പദ്ധതി നടപ്പിലാക്കുക. ലഹരിക്കടിമയായവരെ അവിടെ കിടത്തി ചികിത്സിക്കും. യോഗ, ആയോധനകലകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വാർഡ് തലത്തിൽ കേന്ദ്രങ്ങൾ ആരംഭിച്ച് ഇവിടങ്ങളിൽ ആവശ്യമായ പരിശീലകരെ സജ്ജമാക്കാനും ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 കൊച്ചി, കോഴിക്കോട്. എന്തായാലും കൊള്ളാം. ലഹരിക്കെതിരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇത്രയധികം ലഹരി പിടിമുറുക്കിയ സാഹചര്യത്തിൽ ഇപ്പോഴെങ്കിലും ഇത് തുടങ്ങിയത് മാതൃകാപരമാണ്. സമാനമായ രീതിയിൽ മറ്റ് ടൗണുകളിലേക്കും അതായത് മുനിസിപ്പാലിറ്റികളിലേക്കും ഒക്കെ ഇത് വ്യാപിക്കട്ടെ എന്നാണ് പറയാനുള്ളത്, അല്ലേ? അതെ.